ട്യൂലിപ്പ് ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഈസി ആയിട്ട് ക്രോഷേ ചെയ്യണേ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു യാൺ എടുക്കുക, ഒരു ഹുക്ക് എടുക്കുക. ഞാനിവിടെ കോട്ടൺ യാണാണ് എടുത്തേക്കുന്നത്. അക്രിലിക് ആയാലും കുഴപ്പമില്ല. ഒരു 3mm ഹുക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ മാജിക് റിങ് ഇടുക. ഇതിനുശേഷം 6 സിംഗിൾ ക്രോഷേ എടുക്കുക. സിംഗിൾ ക്രോഷയുടെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ. മാജിക് റിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ഇത് മാജിക് റിങ്ങിൻ്റെ അകത്തുകൂടി വേണം സിംഗിൾ ക്രോഷേ ചെയ്യാനായിട്ട്. 6 സിംഗിൾ ക്രോഷേ എണ്ണി എടുക്കുക. ആദ്യമൊക്കെ എനിക്കും ബുദ്ധിമുട്ടായിരുന്നു മാജിക് റിങ്ങിൻ്റെ അകത്തുകൂടി സിംഗിൾ ക്രോഷേ ചെയ്യാനായിട്ട്. പക്ഷേ കണ്ടിന്യൂസ് പ്രാക്ടീസ് വഴി എനിക്ക് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യം ലീവ് ചെയ്ത ഒരു യാണില്ലേ, അത് പിടിച്ച് വലിച്ചത് ടൈറ്റാക്കുക. ഒത്തിരി ടൈറ്റ് ആവണ്ട കേട്ടോ. ഞാനിവിടെ ചിലപ്പോൾ കുറച്ച് ടൈറ്റായിപ്പോയി. കാരണം നമുക്ക് ഈ ഹുക്ക് അതിനകത്തൂടി കിടത്തി ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാനുണ്ട്. അതിനകത്തൂടി ഇട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞ് എടുക്കുമ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. പിന്നീട് ഈ റൗണ്ടിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. റൗണ്ട് 1 അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് റൗണ്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെയിനും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ചെയിൻ ഇട്ടതിന് ശേഷം നമ്മൾ ഓരോ സ്റ്റിച്ചിൻ്റെ അകത്തു കൂടിയും 2 സിംഗിൾ ക്രോഷേ വെച്ചിട്ട് ചെയ്യുക. അതായത് 2 സിംഗിൾ ക്രോഷേ ഒരു സ്റ്റിച്ചിനകത്ത് തന്നെ. ഇതുപോലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്ത് ആ സ്റ്റിച്ചിൽ തന്നെ സെക്കൻഡ് സിംഗിൾ ക്രോഷേ കൂടെ ചെയ്യുക. അങ്ങനെ 6 സ്റ്റിച്ചിനകത്തുകൂടി വരുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേസ് കിട്ടും. ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ വരുന്നതിന് പറയുന്ന ടൈമാണ് ഇൻക്രീസ്. അതായത് ഇനിയുള്ള റൗണ്ടുകളിൽ ഞാൻ അങ്ങനെയായിരിക്കും പറയുക. 1 സിംഗിൾ ക്രോഷേ ദെൻ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക, നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ ചെയ്യുക. മനസ്സിലായില്ലേ? ഇൻക്രീസ് എന്ന് പറഞ്ഞ വേർഡ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ച് ഡബിൾ ക്രോഷേ ആണെങ്കിൽ 2 ഡബിൾ ക്രോഷേ ചെയ്യുക, സിംഗിൾ ക്രോഷേ ആണെങ്കിൽ 2 എണ്ണം വെച്ച് ചെയ്യണതിനാണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് അറ്റാച്ച് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് റൗണ്ട് ചെയ്ത പോലെ തന്നെ. എന്നിട്ടൊരു ചെയിൻ സ്റ്റിച്ച് കൊണ്ടിടുക. നെക്സ്റ്റ് തേർഡ് റൗണ്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക, സെക്കൻഡ് സ്റ്റിച്ചിൽ ഇൻക്രീസ്, അതായത് 2 സിംഗിൾ ക്രോഷേ, അഗെയിൻ 1 സിംഗിൾ ക്രോഷേ, 2 സിംഗിൾ ക്രോഷേ, 1 2 1 2 എന്ന് പറഞ്ഞ പാറ്റേണിൽ ആ റൗണ്ട് ഫിനിഷ് ചെയ്തെടുക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് റൗണ്ട് പോലെ തന്നെ സ്റ്റിച്ച് മാർക്കർ ഇടാൻ മറക്കല്ലേ. സ്റ്റിച്ച് മാർക്കർ ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ പേപ്പർ പിന്നായാലും മതി. കാരണം നമുക്ക് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അറിയാൻ വേണ്ടിയിട്ടാണ്, ഓരോ റൗണ്ടിൻ്റെയും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അറിയാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്യണത്. അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനായി പോകും എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എവിടെ എൻഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഓരോ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സ്റ്റിച്ച് മാർക്ക് ഇടുക, എൻഡ് ചെയ്യാറാകുമ്പോൾ അത് ഊരിയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ക്ലോസ് ചെയ്യുക. റൗണ്ട് 3 ഫിനിഷായി. റൗണ്ട് 4 ചെറിയ വ്യത്യാസമുള്ളത് സിംഗിൾ ക്രോഷേ തേർഡ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ വരും. റൗണ്ട് 5 സിമ്പിളാണ്, ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ. ദെൻ റൗണ്ട് 6 to 12 സെയിം പാറ്റേൺ, 1 സിംഗിൾ ക്രോഷേ ഇൻ 1 സ്റ്റിച്ച്. അങ്ങനെ ഓരോ സിംഗിൾ ക്രോഷയും ഓരോ റൗണ്ടും ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ കിട്ടും. സ്ലിപ്പ് സ്റ്റിച്ചിട്ട് അറ്റാച്ച് ചെയ്യുക. ചെയ്തതിന് ശേഷം വരുന്ന യാൺ കുറച്ച് നീട്ടത്തിൽ തന്നെ എടുത്ത് വേണം കട്ട് ചെയ്യാനായിട്ട്. നമുക്കത് സ്റ്റിച്ചിങ്ങിന് ആവശ്യം വരും. കുറച്ച് നല്ല നീളത്തിലെടുക്കുക. യാൺ കട്ട് ചെയ്തതിന് ശേഷം നമ്മളതിനകത്ത് ഫോം ഫില്ല് ചെയ്യണം. നമ്മളിത് വീട്ടിൽ ചെയ്ത് പഠിക്കാനാണെങ്കിൽ പഴയ ഏതെങ്കിലും കുഷ്യൻ്റെയോ അല്ലെങ്കിൽ പില്ലോയുടെയോ കുട്ടികളുടെ സോഫ്റ്റ് ടോയ്സിൻ്റെയോ ഏതെങ്കിലും പഴയതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഫോം എടുത്താൽ മതി. നമ്മൾ പുറത്തേക്ക് ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫോം കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ യാൺ നമ്മൾ നീട്ടത്തിലിട്ടില്ലേ, അത് ഈ നീഡിൽ വെച്ചിട്ട് കോർത്തെടുക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇതുപോലത്തെ നീഡിൽസ് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നീഡിലായാലും കുറച്ച് വലിയ ഹോളുള്ള നീഡിലെടുത്ത് കഴിഞ്ഞാൽ അതായാലും മതി. ഇതിൻ്റെ അകത്തോടെ കോർത്തെടുക്കുക.
ക്രോസായി കോർത്തെടുത്തതിന് ശേഷം നന്നായിട്ട് വലിച്ച് പിടിക്കണം, അല്ലെങ്കിൽ അത് തുറന്ന് വരും. ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ നന്നായിട്ട് വലിച്ച് പിടിച്ച് ബാക്കി വന്ന യാൺ ഹുക്ക് വെച്ച് തന്നെ അതിനകത്തേക്ക് ഇതുപോലെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഇൻവിസിബിളായി പൊക്കോളും. ഇപ്പം നമുക്കൊരു ടുളി ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ലീഫിൻ്റെയും സ്റ്റെമ്മിൻ്റെയും മേക്കിങ്ങും അറ്റാച്ച് ചെയ്യുന്ന രീതി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.